വരൂ കൂട്ടുകാരെ, നമുക്ക് എക്സിറ്റിന്റെ ഭാഗമായ റിവർ സൈഡിലേക്ക് പോകാം. റിവർ സൈഡ് എന്ന് പറയുന്നത് ഇവിടെ ഒരു അതിമനോഹരമായ ഒരു റിവറാണ്. റിവറിന്റെ സൈഡിലായിട്ട് വാട്ടർ ഫ്രണ്ടോട് കൂടിയ വീടുകൾ കാണാം. അതിന് മുകളിലായിട്ട് ഓൾഡ് ഏജ് ഹോംസുകളാണ്, റിട്ടയർമെന്റ് ഹോംസ് ആണ് പുതുതായി വന്നുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അതിമനോഹരമായ ഒരു ചെറിയൊരു വെള്ളച്ചാട്ടം കണ്ടുക്കെ കാണുവാനും അതുവഴി ഇവിടെ വന്ന് ഒരു റിലാക്സ് ആയിരിക്കുവാനും നമുക്ക് സാധിക്കും. ഇപ്പോൾ തന്നെ നമുക്ക് ഒരു തൂക്കുപാലം കാണാം. അപ്പം നമുക്ക് ആ തൂക്കുപാലത്തിലൂടെ ക്രോസ് ചെയ്ത് അപ്പുറത്ത് പോകാം. അപ്പുറത്തും അതിമനോഹരമായ ആൾക്കാരുടെ വീടുകളാണ്. അത് കഴിഞ്ഞ ശേഷം നമുക്ക് ഇങ്ങോട്ട് വരികയാണെങ്കിൽ നമുക്ക് പോയി കുറച്ച് അരണ്യങ്ങളെ കാണുവാനും ഒരു പ്രകൃതി ഭംഗി ആസ്വദിക്കാനും അതുപോലെ തന്നെ ഫാമിലി ആയിട്ട് വന്നു കഴിഞ്ഞാൽ മൊത്തത്തില് ഒരു കൂട്ടായി ഫാമിലി ആയിട്ട് എത്തുകയാണെങ്കിൽ ഒരു ഒരു അതിമനോഹരമായ ഒരു മൊമെന്റ് ഉണ്ടാക്കാനൊക്കെ സാധിക്കുന്ന നമ്മുടെ എക്സിറ്റിന്റെ വളരെ അതിമനോഹരമായ ഒരു ഗ്രാമഭംഗിയും പ്രകൃതി ഭംഗിയും പുഴകളും ചെറിയ അരണ്യങ്ങളും പ്രാവുകളും അങ്ങനെ പറഞ്ഞ അതിമനോഹരമായ ഒരു സ്ഥലമാണ് ഇത്. നമ്മുടെ എക്സിറ്റിന്റെ ഭാഗമാണ്. നമ്മുടെ എക്സിറ്റിന്റെ ഭാഗമായിട്ടുള്ള ഈ ഒരു മനോഹര തീരം കാണാൻ വേണ്ടി നമ്മുടെ കേരളത്തെ പിരിഞ്ഞു നമ്മൾ പ്രവാസിയായി ജീവിക്കുന്ന നമ്മൾ ഓരോരുത്തർക്കും ഒരു നൊസ്റ്റാൾജിയ ഫീല് കാണും. കാര്യവശാൽ നമ്മുടെ പുഴകളും അരുവികളും തടാകങ്ങളും ഇതെല്ലാം നമ്മൾ കാണുമ്പോൾ തന്നെ നമുക്കൊരു ഉള്ളിലൊരു കുളിർമ ഉണ്ടാകാറുണ്ട്. ആ കുളിർമയാണ് കൂട്ടുകാരെ ഞാനിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം നമ്മുടെ ഒരു പ്രകൃതി ഭംഗി ആസ്വദിക്കാനും കേരളത്തിൻ്റെതായ ഒരു പച്ചപ്പ് കണ്ട് നമുക്ക് നിൽക്കുവാനും എനിക്ക് തോന്നുന്നു നമ്മുടെ തൃശ്ശൂർ ചാലക്കുടി അല്ലെങ്കിൽ ഭാരതപ്പുഴയുടെ ഒരു മുകളിലെത്തിയ ഒരു ഫീലിംഗ് ആണ്. അതുപോലെ തന്നെ ഇതൊരു സസ്പെൻഷൻ ബ്രിഡ്ജാണ്. ഇതൊരു നമ്മുടെ ഒരു എന്താ പറയുക സസ്പെൻഷൻ ബ്രിഡ്ജ് തന്നെ ഒരു വർഷങ്ങൾക്ക് മുമ്പ് ഉണ്ടാക്കിയ ഒരു സസ്പെൻഷൻ ബ്രിഡ്ജാണ്. അപ്പം അതിൽ നിന്നുകൊണ്ട് തന്നെ നമുക്ക് ഈ പ്രകൃതി ഭംഗി ആസ്വദിക്കാനും സാധിക്കും. വാട്ടർഫോൾസും അപ്പം കാണാൻ സാധിക്കുന്നതാണ്. പുലർച്ചെയാണ് ഞങ്ങൾ ഈ വീഡിയോ ഷൂട്ട് ചെയ്യാൻ വേണ്ടി ഇവിടെ എത്തിയത്. ഞങ്ങളിവിടെ വന്ന സമയത്ത് തന്നെ ഒരു മേഘാവൃതമായ കാലാവസ്ഥയായിരുന്നു. അതുകൊണ്ട് തന്നെ സൂര്യൻ്റെ പ്രകാശം വളരെ കുറവായിരുന്നു. അപ്പോൾ ഞാൻ ഈ കാണുന്നത് ആൾക്കാർ പ്രഭാത സവാരിക്ക് അതായത് നടത്തത്തിന് വരുന്ന ആൾക്കാരെയാണ് കണ്ടത്. ഈവനിങ് ആകുമ്പോഴേക്കും ഇവിടെ സന്ദർശകരെ കൊണ്ട് നിറയും. സന്ദർശകർ എന്ന് ഉദ്ദേശിക്കുന്നത് സൈക്ലിങ്ങിനും വ്യായാമത്തിനും പിന്നെ കൂട്ടം കൂടി ഫാമിലിയായിട്ട് ഒന്ന് ഉല്ലസിക്കാൻ വരുന്ന ആൾക്കാരൊക്കെയാണ് കാണുന്നത്. ഇതിൻ്റെ മറു സൈഡിലായിട്ട് ഒത്തിരി റെസ്റ്റോറൻറ്റുകൾ കാണാം. ഞാൻ കണ്ടിരിക്കുന്നത് അങ്ങനെയായിരുന്നു. ഒത്തിരി റെസ്റ്റോറൻറ്റുകൾ ഈവനിങ് ആകുമ്പോൾ ഓപ്പൺ ആവും. അപ്പോൾ കുടുംബസമേതം ആൾക്കാർക്ക് വന്നിരിക്കാനും സംസാരിക്കാനും ഉള്ള ഒരു മെയിൻ, അതായത് സിറ്റി സെൻറ്ററിൻ്റെ മെയിൻ എക്സിറ്ററിൻ്റെ ഒരു ഭാഗമാണ്. ആ മെയിൻ എക്സിറ്ററിൻ്റെ ഭാഗത്ത് തന്നെ നഗരഹൃദയ മധ്യത്തിൽ തന്നെ വന്നിരുന്ന് കുടുംബമായിട്ട് സംവദിക്കാനും കുടുംബമായിട്ട് ഉല്ലസിക്കാനും പറ്റിയ ഒരു ഇടമായിട്ടാണ് ഞാനിതിനെ കണ്ടത്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. ദയവായി വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ സന്ധിക്കും വരെ വണക്കം.